ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നത്തിൻ്റെ മണം കേട്ടാൽ മതി, ദൈവം അവിടുന്ന് പോകത്തില്ല. ഒരു രോഗത്തിൻ്റെ അതായത് വിഷയം വെച്ചാൽ, അതായത് നമ്മളുടെ ഒരു കേമത്വമോ പ്രാർത്ഥനയോ ഒന്നും ഇല്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ സ്വാഭാവികമായ സ്വത്വമെന്ന് പറയണത് പ്രശ്നങ്ങളോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കണതാണ്. അതിൻ്റെ കാര്യം ദൈവത്തിൻ്റെ ഹൃദയം അലിഞ്ഞു പോകും. നമ്മുടെ ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഹൃദയം അലിയും, മനസ്സലിഞ്ഞു പോകും. പണ്ട് അതായത് മനസ്സലിവ് ഈ ക്രിസ്തുവിൻ്റെ അവതാരത്തിന് ശേഷമാണ് ദൈവത്തിൻ്റെ മനസ്സലിവ് ഇത്രയും പ്രകടമായിരിക്കണത്. പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വെളിപാടുകളെല്ലാം അന്ന് തിന്മകൾ പെരുകിയത് കാരണം, മനുഷ്യരാശിക്ക് ദിശാബോധമില്ലാഞ്ഞത് കാരണം ദിശാബോധം കൊടുക്കാൻ വേണ്ടി കൽപ്പനകളും കൽപ്പന അനുസരിച്ച് നടക്കാത്തവർക്ക് ശാസ്ത്രീയ ശിക്ഷയുമായിട്ട് ദൈവത്തിൻ്റെ റാത്ത് ഓഫ് ഗോഡാണ് ഉണ്ടായിരുന്നത്. ഈ റാത്ത് ഓഫ് ഗോഡ് ഒരു പവറാണ്. ഈ പവർ തന്നെയാണ് പുതിയ നിയമത്തെ കൺവേർട്ട് ചെയ്തിട്ട് ഹൃദയാലിവായിട്ടും കരുണയായിട്ടും മാറിയിരിക്കുന്നത്. അപ്പം കരുണയും ദൈവത്തിൻ്റെ ഒരു പവറാണ്. ശ്രദ്ധിക്കട്ടെ. നമ്മുടെ നിബന്ധനകള് വിശ്വസ്താപൂർവം പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്ന കൃപയാകണമേ. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായ സങ്കടങ്ങളോട് റിസപ്റ്റിവിറ്റിയുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് ആര് പ്രാർത്ഥിച്ചാലും എന്ത് വിഷയമായാലും ദൈവം എന്ന് വിളിക്കുമ്പോൾ ഏത് മൈതാനത്ത് നിന്ന് വിളിച്ചാലും ദൈവം കേൾക്കണതിൻ്റെ കാരണം അതാണ്. പക്ഷെ നമുക്കങ്ങനെ മൈതാന ബന്ധമല്ല വേണ്ടത്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം മൈതാന ബന്ധമാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പനും മക്കളും തമ്മിലുള്ള ഗാർഹിക ബന്ധവും രക്തബന്ധവുമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഒരു പൊതുബന്ധത്തെക്കാൾ ഉപരി സ്വകാര്യമായ ഗാർഹികമായ രക്തബന്ധത്തിലേക്ക് എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ നീ പുനഃക്രമീകരണം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സുവിശേഷം 7:12 വായിക്കാം. ലൂക്ക 7:12. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 7:12. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ പറഞ്ഞേ, അവൻ നഗര കവാടത്തിന് അടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ മരിച്ചവനെ ഉയർപ്പിക്കുന്ന കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമാണിത്. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന് ആരും പ്രേയർ എഴുത്തില്ല.
പ്രേരിച്ചോ? ആ വിധവ കരഞ്ഞ് പറഞ്ഞോ കർത്താവ് എൻ്റെ മകനെ ഉയർപ്പിക്കണമെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഇത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളോടും കണ്ണുനീരിനോടും നേരിട്ട് ആരും പറയാതെയും ചോദിക്കാതെയും പ്രാർത്ഥിക്കാതെയും തന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന സ്വഭാവമാണ്. സ്വാഭാവികമായി അതിനോട് പ്രതികരിക്കുന്ന സ്വഭാവമാണ് ദൈവത്തിനുള്ളത്. ഇതാണ് മനസ്സരിവെന്ന് പറയണത്. അപ്പോൾ അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കുക. അതേ പക്ഷേ ഇത് അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ എവിടെ ഇരുന്ന് പറഞ്ഞാലും ദൈവം കേൾക്കും, ഒരു പ്രശ്നവും ഇല്ല അതിനകത്ത്. പിന്നെ നമ്മൾ എന്താണ് ഉടമ്പടി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മൈതാന ബന്ധം പോരാതെ വരുമ്പോഴാണ് മനസ്സിലായത്. നമുക്കെന്താ വേണ്ടത്? ഒരു വ്യക്തിബന്ധമാണ് വേണ്ടത് ദൈവമായിട്ട്. കാര്യം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു വസ്തുവിനോ വിഷയത്തിനോ ദൈവം ഇടപെട്ടിട്ട് ഒരു ഭൗതിക ആനുകൂല്യം കിട്ടിയിട്ട് അപ്പം ജീവിച്ച് പോണ താൽക്കാലിക ബന്ധമല്ല. നമുക്ക് വേണ്ട എന്താണ്? നിത്യതയുടെ ബന്ധമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്വകാര്യ ബന്ധം ഉണ്ടാകണമെന്ന് പറയണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ വ്യക്തിപരമായൊരു ബന്ധം ഈശോയുമായിട്ട് സ്ഥാപിക്കുവാൻ ഈശോയെ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാദരുണ്ടിവിടെ ആരാധന ചെയ്യാം. നമ്മുടെ ദൈവത്തിൻ്റെ സ്വകാര്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മുടെ സൽപ്രവൃത്തി ശുശ്രൂഷയൊക്കെ വരണത്. നമ്മൾ എന്തുമാത്രം സൽപ്രവൃത്തിയാണ് ഉള്ളത്. മൈതാനത്ത് നിന്ന് പ്രാർത്ഥിക്കുക മുടക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ ദൈവമായിട്ട് നമുക്ക് സ്വകാര്യ ബന്ധം ഉണ്ടാകുന്നില്ല. നമുക്ക് ക്ലെയിമുമില്ല. എന്നാ ക്ലെയിം നമുക്കുണ്ട്? ഉടമ്പടിയിലാകുമ്പോൾ നമുക്ക് ക്ലെയിമുണ്ട്. നമുക്കറിയാം, ക്ലെയിം എന്ന് പറയുന്നത് മെരിറ്റാണ്. ഈ ദിവസങ്ങളിൽ ക്ലെയിം ഉണ്ടായിട്ട് പോലും രക്ഷപ്പെടാഞ്ഞ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. ഡോക്ടർ ദേവിയുടെ സാക്ഷ്യം കിടപ്പുണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഡോക്ടർ ദേവിയുടെ പ്രശ്നമുണ്ട്, അവർക്ക് ക്ലെയിം ഉണ്ട്. നല്ല 23 അവർ ഒരു ഫിസിയോളജി അതായത് ഹ്യൂമൻ ബോഡിയുടെ ഫിസിഷ്യനാണ് അവർ. പക്ഷേ അവർക്ക് ഒരു അവർ കോളേജിൽ പഠിപ്പിക്കുകയാണ്, ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. എത്ര കൊല്ലമായി? 23 കൊല്ലം. 23 കൊല്ലം ഒരു കോളേജിൽ ഒരു ഡോക്ടർ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുകയാണ്. ഡോക്ടർ ദേവി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിട്ടയർഡ് ആവും. 23 കൊല്ലം പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഇത് ഇപ്പോഴും പെർമനൻ്റ് ആക്കിയിട്ടില്ല ആ കോളേജിൽ. അപ്പോഴവർ ആരോ പറഞ്ഞിട്ട് ഉടമ്പടി എടുക്കും. ആരോ പറഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവരവിടെ പ്രിൻസിപ്പൾ വിളിക്കും. എന്താ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ കോളേജ് വല്ലതും നോട്ടം ഉണ്ടോ, അതോ ഈ കോളേജിൽ തന്നെ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ടോ ചോദിക്കും. അപ്പോൾ ഡോക്ടർ ദേവി പറയും, ഞാൻ പെർമനൻ്റായിട്ട് തുടരാൻ താല്പര്യമുണ്ട്, കോളേജിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെന്ന് പറയും. പക്ഷേ എന്നിട്ട് ഉടനെ ഇവരെ പെർമനൻ്റ് ലെക്ചറാക്കി അവർ അപ്പോയിൻറ്റ് ചെയ്യും. 23 വർഷം നടക്കേണ്ടത്. അതായത് 23 വർഷം ഗസ്റ്റ് ലെക്ചറാണ്. വന്നും പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ ഡെയിലി വേജസ് പോലെ കിട്ടത്തുള്ളൂ ഗസ്റ്റ് ലെക്ചർമാർക്ക്. അപ്പം അതിൻ്റെ ശമ്പളം കിട്ടത്തില്ല. ഉടമ്പടി എടുത്ത ഉടനെ അതല്ല പ്രശ്നം. ഡോക്ടർ ദേവി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത നിമിഷം തന്നെയാണ് അവിടെ പ്രിൻസിപ്പളും മാനേജറുമൊക്കെ എൻ്റെ പഴയ ഹിസ്റ്ററി ചകഞ്ഞത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, മരിയൻ സൈൻ. എല്ലാത്തിലും ഒരു മരിയൻ സ്റ്റിഗ്മാത്ത ഉണ്ടാകും. അതായത് മരിയൻ അടയാളങ്ങൾ കാണും. അത് അമ്മ തന്നെ ചെയ്തതെന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അമ്മ അനുഗ്രഹിക്കത്തുള്ളത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട്, ഞാൻ ഉടമ്പടി എടുത്ത ആ മണിക്കൂറും അവർ എൻ്റെ പഴയ ഫയലുകൾ നോക്കി. ഫയൽ നോക്കിയപ്പോൾ ഇവർക്ക് റിമാർക്സൊന്നുമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവരെയും മെരിറ്റുള്ള ആളാണ്. പക്ഷേ
അവർക്ക് കൂടി താല്പര്യം വരണ്ടേ? അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ മെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ക്ലെയിമില്ല, അത് അവർക്ക് കൂടി താല്പര്യം വേണം. ഇപ്പം നമ്മൾ സഹകരണ സംഘത്തിലൊക്കെ പോയി പ്രൈവറ്റ് സംഘങ്ങളിലൊക്കെ ചെന്നുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ ബോർഡൊക്കെ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാകണം, മെറിറ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. അതുപോലൊരു അവസ്ഥയാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തോടുകൂടി അമ്മ പഴയ ഫയലെല്ലാം എടുപ്പിച്ചിട്ട് ഈ ആളെ മാർക്ക് ചെയ്ത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും. അയ്യോ, ഇത് വേണമെങ്കിൽ അമ്മ നേരിട്ട് പോയി ഫയലെടുത്ത് കളയും. അങ്ങനെയാണ് ഇപ്പോൾ അവർ സാക്ഷ്യം പറയണത്. പെട്ടെന്ന് അവരെ ദിവസങ്ങൾക്കുള്ളിൽ അവരെ പെർമനൻ്റായിട്ട് അവരെ അതിൽ അപ്പോയിൻറ്റ് ചെയ്യും. അവർ പറയും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അവർ പറയുന്ന സാക്ഷ്യം, അവർ ഇൻ്റലക്ച്വൽ ലേഡിയാണ്, അവരൊരു ലേണർ ലേഡിയാണ്. അവരാ ഉടമ്പടിയെ സമീപിക്കുന്ന രീതി കണ്ടില്ലേ? എന്തുകൊണ്ടാണ് ഇത്ര ഇൻ്റലക്ച്വൽ? ഇപ്പം അവരുടെ കയ്യിൽ തന്നെ കയ്യിൽ ഭയങ്കര വർഷങ്ങൾ പഴക്കമുള്ള ഒരു പരുവുണ്ട്. അതിങ്ങനെ പഴുത്തും നീര് വന്നും ഒക്കെ ഇരിക്കുകയാണ്. പഴുത്തും നീര് പലതരത്തിൽ ഓയിൻമെൻറ്റ്സൊക്കെ അവിടെ പേട്ടറുണ്ട്. പക്ഷെ പിന്നെയും പഴുക്കും, പിന്നെയും നീര് വരും, കൈ വണ്ണച്ചിരിക്കും, പിന്നെ കുഴിനകം പോലെ പോയി. അത് അവസാനം അവർ ഇതെടുത്തിട്ട് ഉടമ്പടി തൈലമെടുത്ത വിശ്വാസപ്രമാണം ചൊല്ലി ആ കുഴിനകത്ത് ഡോക്ടറാണെന്ന് വിചാരിക്കണം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് അമ്മ ഈ വിമർശനങ്ങൾ ആൾക്കാരെ പുറത്ത് ബുദ്ധിയും ബോധവും ഇല്ലാത്തവൻ കാര്യമറിയാതെ അനുഭവജ്ഞാനമില്ലാതെ എന്തൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി അടയാളങ്ങൾ വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട് അമ്മ ഇവിടെ ചെയ്യിച്ച് മാറ്റുന്നുണ്ട്. അത് തന്നെ ഓർക്കണം. ഇത് സംഗതി ഇവിടെ ചെന്ന് ഈ അടുത്ത കാലത്ത് ഇതുകൊണ്ട് അവസാനിക്കത്തില്ല. ഇത് അമ്മ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അമ്മയുടെ പ്രത്യക്ഷീകരണം സമയക്കടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നവരെ അടയാളങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതായത് അത് ക്രൈസ്തവരായാലും ശരി അക്രൈസ്തവരായാലും ശരി ആരായാലും ശരി ഡോക്ടറായാലും ശരി പഠനം ഇല്ലാത്തവരായാലും ശരി ആർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവോ അവരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണും. കൈയിട്ടിച്ച് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്നതിന് നന്ദി പറയുന്നു. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥന, ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടുവേ ജീവിതം ധന്യമായി തീർന്നിടും. പ്രോബ്ലം നമ്മൾ ബൈബിളിലൊരു കഥയില്ലേ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉടമ്പടിയുടെ നയം, നിലപാട്, സമീപനമാണ്. നിങ്ങൾ ഉടമ്പടിയോട് കാര്യമാത്ര പ്രസിദ്ധമായ ഒരു പ്രഗ്മാറ്റിക് ആയിട്ടുള്ള യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും നേടണമെന്ന് മാത്രമുള്ള ഉദ്ദേശമാണ്. ആ വിഷയത്തിൽ ദൈവമില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഉടമ്പടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഉടമ്പടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കിതിനെ എപ്പോഴും ഫ്ലഷായിട്ട് എവർഗ്രീൻ ഫുൾ ഓഫ് സാപ്പായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ടാകണം. നിത്യതയെക്കുറിച്ച്. കാര്യം ഇത് 90 ദിവസം കൊണ്ട് അവസാനിക്കണമല്ല. ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാൻ വിശുദ്ധിയിലും ബൈബിൾ വായനയിലും അതുപോലെ തന്നെ രോഗികളെ കാണുന്നതിലും പരസ്യക പ്രവർത്തനം ഉപവിപ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റിക്കൊണ്ട് ദൈവമായിട്ടൊരു നിത്യ ഉടമ്പടി ജീവിക്കുമെന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുത്താൽ ഉടമ്പടി ഇങ്ങനെ പുഷ്കലമായി അങ്ങനെ നിന്നോളും. അതായത് വളരെ എവർഗ്രീനായിട്ട് നിൽക്കും. അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇത് കുറച്ച് വരണ്ട് പോകാനുള്ള കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോട്ടുവായും ബൈബിൾ അരമണിക്കൂർ വായിക്കാനുള്ള 10 മിനിറ്റായിട്ട് വായിച്ചു, പിന്നെ 5 മിനിറ്റായിട്ട് വായിച്ചു, പിന്നെ വായിക്കാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ എല്ലാം പറഞ്ഞത് നിങ്ങളുടെ വിഷയത്തിന് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളൂ, ദൈവത്തിന് താല്പര്യമില്ലെന്നാണ് എൻ്റെ അർത്ഥം. ദൈവത്തോട് താല്പര്യമില്ല, നിങ്ങളുടെ വിഷയത്തോട് മാത്രമേ. ഇതൊരു അപകടമാണ്. ഇതിനെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണമെന്ന് എൻ്റെ അഭിപ്രായം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു മനുഷ്യൻ്റെ ദുഃഖവും ദുരിതവും വേദനയും രോഗവും പട്ടിണിയും കടപ്പാടും കഷ്ടപ്പാടും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളോടും കറക്റ്റായിട്ട് ഈസിയായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയം പ്രേരിതമായിട്ട് ആക്ടിവിറ്റി ചെയ്യും. അതാണ് നമ്മൾ ഈ വിധവയുടെ മകനെ കാണുമ്പോൾ അവൻ്റെ അമ്മ വിധവയാണ്, ഭർത്താവ് മരിച്ചതെന്ന് കർത്താവിനറിയാം. അവൻ യുവാവാണ്, അവന് ജീവിതം ഉണ്ടെന്നറിയാം. ഇനിയും
അതുപോലെ തന്നെ ഇവനക്ക് വേല എടുത്ത് കൊടുക്കാൻ അവൻ മാത്രമേ ഉള്ളെന്നറിയാം. ഇങ്ങനെ കുറേ ഹ്യൂമൻ ഗ്രൗണ്ട് ഓഫ് റീസൺസ് ഉള്ളത് കൊണ്ടാണ് ദൈവം പ്രാർത്ഥിക്കാതെ അവൻ്റെ മേൽ ഇടപെട്ടത്. അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ്. പക്ഷേ ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ എന്താ മാർഗം? ഇത്തരം പരിപാലനകൾ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള മാർഗം നമ്മൾക്കും ആ ദൈവത്തോടുള്ള അടുപ്പവും അതുപോലെ തന്നെ ആത്മബന്ധവും ഒരു താൽക്കാലികമായ അവസ്ഥയിൽ നിലനിർത്താതെ ദൈവം ഉള്ളിടത്തോളം കാലം, നമ്മുടെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ദൈവം നമ്മളെ അഡ്രസ്സ് ചെയ്ത് ജീവിക്കേണ്ട ഒരാളാണെന്ന ബോധ്യത്തിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഒരു മാനസികാവസ്ഥ രൂപപ്പെടുത്തിയെടുത്താൽ, ഇപ്പം തന്നെ ഞാൻ ചതുർഥോർക്കുകയും ഇപ്പം 10 താലന്ത് കൊടുത്ത ആൾക്കാരുണ്ട് ബൈബിളിൽ, 2 താലന്ത് കിട്ടിയ ആൾക്കാരുണ്ട്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 25 മത്തായി 25:18. 1 താലന്ത് കിട്ടിയ ആൾക്കാരുണ്ട് ഇല്ലേ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ കൊടുത്തത്? എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ പാടില്ലേ? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ, മൈ പ്രൈവറ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്വകാര്യ ചോദ്യമാണ്. കർത്താവിൻ്റെ കഥയിൽ പറഞ്ഞിരിക്കണത് എന്താണ്? അനുഭവമാണല്ലോ കഥയായിട്ട് മാറണത്. എന്താ കഥയിൽ പറഞ്ഞിരിക്കണത്? മത്തായി 25 അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 25:14 മുതൽ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. ദൈവരാജ്യത്തെക്കുറിച്ച് പറയണതാണ്. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2ഉം വേറൊരുവന് 1ഉം കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പോൾ താലന്ത് പറഞ്ഞ സ്വർണ്ണ നാണയമാണ്. ഒരുത്തിന് എന്ത് കൊടുത്ത്? ഒരുത്തിന് 5, വേറൊരുത്തിന് 2, വേറൊരുത്തിന്. എങ്ങനെയാണ്? കഴിവനുസരിച്ചാണ്. സിവിൽ പോയിൻ്റ് നോക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ബാങ്കുകാർ പറയണ സിവിൽ പോയിൻ്റ് ഇല്ലേ എന്നിട്ട് തിരിച്ചടക്കാനുള്ള കഴിവേ. തിരിച്ചടക്കണത് ഭയങ്കര പ്രശ്നമാണ്. ബാങ്കിൽ മാത്രമല്ല, ദൈവത്തിലും തിരിച്ചടവിന് പ്രശ്നം. സ്പോണ്ടേനിയസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തിരിച്ചടവുണ്ടോ ഇല്ലയെന്ന് നോക്കും ദൈവം. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ്, റീഫണ്ടിങ് കപ്പാസിറ്റി നോക്കിയിട്ടാണ് ദൈവം അനുഗ്രഹം കൊടുക്കണത്. ഈ ഉടമ്പടി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീഫണ്ടിങ് കപ്പാസിറ്റി കൂട്ടും. നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ച കൊണ്ട് കാര്യമില്ല. വെറുതെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിഷയം ബൈബിൾ എടുത്ത് വായിക്കുന്നതിനേക്കാളും ഇത് ക്ലെയിം ഉള്ളത് എന്താണ്? നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ചെയ്യുന്നുണ്ട്, തിരിച്ച് ദൈവം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? അനുഗ്രഹം തരിക മാത്രമല്ല, ദൈവം തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. തന്ന അനുഗ്രഹത്തിൻ്റെ ഇരട്ടി തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അതെല്ലാം ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് എന്ന് പറയണത്. വചനം എത്രയാണത്? 25:15. ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരാൾക്ക് 5 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 3 താലന്ത്, ഒരാൾക്ക് 2 താലന്ത്, ഒരാൾക്ക് 1 താലന്ത്. അവസാനം 1 താലന്ത് കിട്ടിയവർ എന്നാ ചെയ്തിരിക്കണത്? മത്തായി 25:18. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ. മത്തായി 25:18. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. ഈ കക്ഷിക്ക് അറിയാവുന്ന കാര്യം ഇതാണ് ആകപ്പാടെയുള്ളത്. വേറെ ഒരു പരിപാടി അറിയത്തില്ല. എന്നിട്ട് മാറിക്കിടന്ന് മൂക്കറ്റം തിന്നിട്ട് ഉറങ്ങും. അത്രേ ഉള്ളൂ. കുഴിച്ചിടുന്ന പാർട്ടിയാണ്. അതായത് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ കുഴിച്ചിടുന്ന ക്രിസ്ത്യാനികളെ കെട്ടിക്കഴിഞ്ഞാൽ ദൈവം അവനെ പിടിച്ച് കുഴിച്ചിടാൻ സാധ്യതയുണ്ട്. എന്താ പറയുക? ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിട്ടിയ അനുഗ്രഹത്തെ അത് ഇരട്ടിപ്പിക്കാൻ നോക്കണം. ഇത് അനുഗ്രഹമായാലും സൽപ്രവൃത്തിയായാലും ദൈവം ഇരട്ടിയാണ് ആഗ്രഹിക്കുന്നത് തിരിച്ച്. അതുകൊണ്ട് ഈശോയുടെ രീതിയെല്ലാം അങ്ങനെയാണ്. 1 മൈൽ പോകാൻ പറഞ്ഞാൽ 2 മൈൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്. അത് ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തരുന്നതിൻ്റെ പകുതിയാണ് ചെയ്യണത്. അത് ആ കുഴിച്ചിടുന്ന പാർട്ടിയെപ്പോലെ വരും. അതാണ് വരാൻ വരെ പല ആൾക്കാരുടെ ഉടമ്പടി ക്രാക്കാകാത്തതിൻ്റെ കാരണം ഇതുപോലെ കുഴിച്ചിടൽ പാർട്ടികളായതുകൊണ്ടാണ്. ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിവനുസരിച്ചാണ് കൊടുക്കണത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് എല്ലാവർക്കും ഒരുപോലെ അല്ല കൊടുക്കണത്. ആർക്കാണ് കൂടുതൽ വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ അതനുസരിച്ച് ദൈവസ്നേഹത്തോടെ പ്രവർത്തിക്കാനോ കഴിയുന്നവന് ദൈവം ഇരട്ടി കൊടുക്കും. ഭൗതിക ആനുകൂല്യം മാത്രമല്ല,
ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ദൈവിക കൃപയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് നിത്യമഹത്വത്തിന് ഉതകുന്ന ദൈവത്തിൻ്റെ ശക്തിയാണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ, ഒരു കാരണം മാന്യം കൂടാതെ, സൽപ്രവർത്തികളിൽ മാന്യം കൂടാതെ, ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. നിങ്ങളോട് സൽപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കാം. അത് സമ്മർദ്ദമാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ഇതൊന്നും നടക്കത്തില്ല. ഉടമ്പടിത്തിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് നിങ്ങളുടെ പരിപാടിക്ക് പോകുകയുള്ളൂ, ഒരു രോഗിയെ പോലും പോയി കാണത്തില്ല, ഒരു പത്രം പോലും കൊടുക്കത്തില്ല എന്നെല്ലാം ദൈവത്തിന് അറിയാവുന്ന കുഴിച്ചിടുന്ന പാർട്ടിയാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാൻ പറ്റും. ആ കുഴിച്ചിടുന്ന പാർട്ടിയോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ചോദിച്ചേ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. വായിച്ചോളൂ. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എൻ്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക, ഉള്ളവന് നൽകപ്പെടും. ദുഷ്ടനും മടിയനുമായ ഭൃത്യനിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നേരെ ചൊവ്വേ കാണുന്ന വിഷയങ്ങളാണ്. പല ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് പകുതിക്കിട്ട് കളഞ്ഞില്ലേ? പകുതിക്കിട്ട് കളഞ്ഞവരൊക്കെ ഇത് കേൾക്കുമ്പോൾ തിരിച്ച് അനേകം ആയിരക്കണക്കിന് ആൾക്കാരാണ് ആദ്യ കാലങ്ങളിൽ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് കാര്യം മനസ്സിലാകാതെ കുറച്ച് ചെയ്യാതെ പോണത്. അവർ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി എടുത്തവർ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഉടമ്പടി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാമത് പുതുക്കി ഭംഗിയായിട്ട് കൊണ്ടുപോകണത്. എന്നുവെച്ചാൽ നമ്മളെ കൃത്യം സത്യസന്ധരാണെങ്കിൽ, അല്ലെങ്കിൽ ദുഷ്ടനും മടിയനുമായ ഭൃത്യ എന്നല്ലേ വിളിക്കണത്. അപ്പം സ്വാഭാവികമായിട്ടും ഉടമ്പടിയിലുള്ള സൽപ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യണം. കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൈകൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന അത്ഭുത കരങ്ങളായി അങ്ങ് മാറ്റണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ച അങ്ങയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വയ്ക്കണമേ. കർത്താവേ, ലാസറിനെ ഉയർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. അന്തന്റെ കണ്ണിനെ സ്പർശിച്ച അങ്ങയുടെ കരുണയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ അങ്ങയുടെ ആശീർവാദ കരങ്ങള് ഇപ്പോൾ എൻ്റെ മേൽ വയ്ക്കണമേ. പാപങ്ങളെ എഴുതി തള്ളിക്കൊണ്ട് പാപിനോട് സംസാരിച്ചപ്പോഴ് നിലത്തെഴുതിയ കർത്താവേ, അങ്ങയുടെ പാപക്ഷമയുടെ കരങ്ങള് ഇപ്പോൾ എൻ്റെ മേൽ വെക്കണമേ.
അഞ്ചപ്പത്തെ ആശീർവദിച്ച് 5000 പേർക്കായി വിളമ്പിയ കർത്താവേ, അങ്ങയുടെ അപ്പത്തെ ആശീർവദിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ വെക്കണമേ. കർത്താവേ, ചെകിടന് തുറക്കപ്പെടട്ടെ കൽപ്പിച്ചുകൊണ്ട് ചെവികളിലെ വയ്ക്കപ്പെട്ട അങ്ങയുടെ സൗഖ്യകരങ്ങള് എന്റെ ശരീരത്തിലെ രോഗമുള്ളെടുത്ത് ഇപ്പോൾ വെക്കണമേ. ഉച്ചി മുതല് കാൽ വരെ അർശസ് രോഗങ്ങള്, വെരിക്കോസിന് അസുഖങ്ങള്, സർപ്പരോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ആന്തരിക സൗഖ്യങ്ങള്, അവയവങ്ങളുടെ സൗഖ്യങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, TB രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, കല്ലുണ്ടാകുന്ന രോഗങ്ങള്, മരവിപ്പ് രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ പോകട്ടെ. ക്ലേശകാലത്ത് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേ കയറ്റി നിൽക്കും. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരെല്ലാം അവർ ഏതെല്ലാം കാലത്ത് എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനയുടെ ശക്തിവിശേഷം അവർക്ക് അനുഭവപ്പെടുവാൻ അമ്മേ പരിശുദ്ധമ്മേ, എല്ലാവർക്കും വേണ്ടി സ്വർഗീയ നിമിഷങ്ങളിലെ വഹിക്കണമേ. മക്കളില്ലാത്തവർക്ക് ഈ നിമിഷം നിങ്ങൾ ജനിക്കാൻ ലഭിക്കട്ടെ. ക്ലേശകാലത്ത് കൂടാതെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ കയറ്റി നിർത്തും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ദൈവമേ, ജോലി ഇല്ലാത്തവരെ, തടസ്സമുള്ളവരെ, PR കിട്ടാത്തവരെ, പരീക്ഷയിൽ ആദ്യം തോറ്റവരെ, റീവാലുവേഷൻ കൊടുത്തവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, കർത്താവിന്റെ സംരക്ഷണം നിറയട്ടെ. തടസ്സങ്ങൾ ആരാധനയോടെ നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ കയറ്റി നിർത്തും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, കടങ്ങളുള്ളവരെ, ജപ്തി നടപടിയെ, സങ്കടം അനുഭവിക്കുന്നവരെ, ഭയപ്പെടുന്നവരെ, പരിഹരിക്കാൻ മാർഗമില്ലാത്തവരെ, വിൽക്കാൻ പറ്റാത്തവരെ, വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എല്ലാവരുടെ മേലും സമാശ്വാസത്തിന്റെ പുതിയ വഴികള് ചൂണ്ടിക്കാണിക്കണമേ. പിതാവായ ദൈവമേ,
മക്കളില്ലാത്തവര്, ഓട്ടിസമുള്ളവര്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, ബ്രെയിനിൽ വെള്ളം കെട്ടി കിടക്കുന്ന കുഞ്ഞുങ്ങള്, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങള്, ബുദ്ധിബോധമില്ലാത്ത കുഞ്ഞുങ്ങള്, കർത്താവിന്റെ കാരുണ്യ മധ്യസ്ഥതയില് ഉടമ്പടി എടുത്തു പോയ എല്ലാവരിലേക്ക് ആവശ്യിക്കട്ടെ. വൈരാഗ്യങ്ങള്, ശത്രുതകള്, എടുക്കാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ